നിൽക്കുന്നവരെ ടാർഗറ്റ് ചെയ്യുന്നു, ഞങ്ങളെ ഓട്ടിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സുഹൃത്തുക്കളെ, ഇവിടെ പോളിസി മാറ്ററായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം. ഇവിടെ പറയുന്നത് ഞങ്ങളൊരു വലിയ വേജ് റിവിഷൻ തന്നു. നിങ്ങൾ തന്ന വേജ് റിവിഷൻ എന്താണെന്ന് ഞങ്ങൾ തുറന്നു കാട്ടിയപ്പോൾ ഞങ്ങൾക്ക് കേൾക്കണ്ടേ, ഇതൊന്നും ഞങ്ങൾക്ക് കേൾക്കാനുള്ള സമയമില്ല എന്ന് പറഞ്ഞ് BKNK ആൾക്കാർ ഓടുന്ന കാലത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് അവർ തന്നത്? 2007 ഇവിടെ റെക്കഗ്നൈസ്ഡ് ആയിരുന്ന BKNK സംഘ് 9300 രൂപ ബേസിക് പേ ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്ത സമയത്ത് അന്ന് കിട്ടേണ്ട കാശ് എത്രയായിരുന്നു? നമുക്ക് 11,170 രൂപ ഫിക്സ് ചെയ്യേണ്ട സ്ഥാനത്താണ് 9,300 രൂപ ഫിക്സ് ചെയ്തത്. ആ 9,300 രൂപ ഫിക്സ് ചെയ്തത് ഒഴിച്ച് ബാക്കി ഒരു അലവൻസും ഇല്ല. ബാക്കി 35% ഫ്രഞ്ച് ബെനിഫിറ്റ് കാറ്റഗറി 2-നും 1-നും വിട്ടുകൊടുത്തുകൊണ്ട് ഒപ്പിട്ടപ്പോൾ സാധാരണക്കാരല്ല 3-ക്കും 4-ക്കും കിട്ടിയത് നക്കാപ്പിച്ച 30,000 രൂപയ്ക്ക് താഴെ ശമ്പളം വാങ്ങിക്കേണ്ട ഗതികേട് ഇവിടുത്തെ FCA സ്റ്റാഫിനുണ്ടായി. അതുകൊണ്ടുണ്ടായ നഷ്ടം എന്താണ്? ഓരോ മാസവും ഓരോ സ്റ്റാഫിന് 15,000 മുതൽ 25,000 രൂപ വരെ നഷ്ടമുണ്ടാക്കിക്കൊണ്ട് ഒരു ഒപ്പുവെച്ച MOS ഒപ്പുവെച്ച ഒരു സംഘടനയാണ് BKNK സംഘ്. നിങ്ങൾ ആ നഷ്ടം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓരോ മാസം നിങ്ങൾക്ക് 15,000 രൂപ വെച്ച് 10 വർഷം നിങ്ങൾക്കുണ്ടായ നഷ്ടം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 2011 എൻറോളായ ഒരാളിന് മനസ്സിലാവും, എനിക്ക് 10 ലക്ഷത്തിന് മുകളിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. എനിക്ക് അവസാനം പെൻഷൻ വാങ്ങുന്ന സമയത്ത് എനിക്ക് 2,000-3,000 രൂപ എന്റെ ബേസിക് പെൻഷനിൽ കുറവ് സംഭവിക്കും. സുഹൃത്തുക്കളെ, 2017 നമുക്കൊരു വേജ് റിവിഷൻ തന്നു. അവര് പറഞ്ഞു ഞങ്ങൾ വേജ് റിവിഷൻ തന്നു. ഈ 11,170 രൂപ ബേസിക് പേ ഇൻഡു ഇത് ആരാണ് നിശ്ചയിക്കുന്നത്? BKNK ESU CAT ആണോ ഇവിടുത്തെ എത്ര രൂപ കൊടുക്കണമെന്ന് നിശ്ചയിക്കുന്ന? പേ കമ്മീഷൻ നിശ്ചയിക്കുന്ന ആരാണ്? അതിന് പേ ബോഡി ഉണ്ട്, അതിന് സ്ട്രക്ചർ ഉണ്ട്. ഗവൺമെന്റ് ആണ് നിശ്ചയിക്കുന്നത്. എന്താണ് റെക്കഗ്നേഷൻ യൂണിയന്റെ റോൾ? റെക്കഗ്നേഷൻ യൂണിയന്റെ റോളും ഗവൺമെന്റ് നിശ്ചയിക്കുന്ന പേ സ്കെയിലിൽ നിന്നും നമുക്ക് എത്ര കൂടി വാങ്ങിക്കാൻ പറ്റും, അതിന്റെ അനോമലീസ് എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് മാത്രമാണ്. ആ കാര്യം ചെയ്യാൻ അമ്പെ പരാജയപ്പെട്ട ഒരു യൂണിയനാണ് നമ്മൾ വലിയൊരു പേയ്മെന്റ് തന്നു എന്ന് പറയുന്നത്. ആ പേയ്മെന്റ് തന്നുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 2011-ലും 2014-ലും 2016-ലും എൻറോളായ നമ്മൾ ഒരേ സാലറി എന്തുകൊണ്ടാണ് വാങ്ങിക്കുന്നത്? നമ്മൾ 2014 എൻറോളായ ആളിനും 2016 എൻറോളായ ആളിനും എന്തുകൊണ്ടാണ് ഒരേ സാലറി? ബഞ്ചിങ് നടപ്പാക്കാൻ മുട്ടിടിച്ചോ? ആ ബഞ്ചിങ് നടപ്പാക്കിയിരുന്നെങ്കിൽ, ആ ഇൻക്രിമെന്റ് കിട്ടിയിരുന്നെങ്കിൽ ഈ തൊഴിലാളിയുടെ ശമ്പളം വരും ഭാവിയിൽ എത്ര രൂപ കൂടുമായിരുന്നു? അദ്ദേഹത്തിന് എത്ര രൂപ പെൻഷൻ ലോസ് സംഭവിച്ചു? ആര് കൊടുക്കും ഈ പൈസ? ഞാനൊരു കാര്യം തറപ്പിച്ചു പറയാം. ഇത്രയും മോശമായിട്ടുള്ള ഒരു വേജ് റിവിഷൻ സമ്മാനിച്ചതിന് ശേഷം അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയാണ്, മിഠായി വിതരണം ചെയ്യുകയാണ്. 33 ഡീലിംഗ്ഡ് ഐറ്റംസ് ഉള്ളതിൽ ഒരു ഹോട്ടൽ ഫെസിലിറ്റി, അത് ബോർഡ് ഓഫ് ഡയറക്ടർ അംഗീകരിച്ചത് മാത്രമേ ഉള്ളൂ. ബോർഡ് ഓഫ് ഡയറക്ടർ അംഗീകരിച്ചു. എന്തിനാണ് ബോർഡ് ഓഫ് ഡയറക്ടർ ഈ സമയത്ത് BKNK സംഘം എന്ന് പറയുന്ന ഈ യൂണിയനെ അധികാരത്തിൽ തുടരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഗതി അവതരിപ്പിച്ചതെന്ന് ഞാൻ വേണമെങ്കിൽ പറയും. സുഹൃത്തുക്കളെ, ഇവിടെ എൻ്റെ ഒരു കൊളീഗ്, നമ്മുടെ ഒരു 2020 ബാച്ചിന്റെ ഒരു പ്രവർത്തകൻ പറയുന്നുണ്ട്, എബ്രഹാം ലിങ്കന്റെ വാക്ക് ഉദ്ധരിച്ചുകൊണ്ട്, BKNK സംഘം എന്ന് പറഞ്ഞാൽ ഫോർ ദ മാനേജ്മെന്റ്, ഓഫ് ദ മാനേജ്മെന്റ്, ആൻഡ് വാട്ട് ഈസ് ദ ലാസ്റ്റ്? ബൈ ദ മാനേജ്മെന്റ്. അത് മാനേജ്മെന്റിന് വേണ്ടി മാത്രമുള്ള ഒരു സംഘടനയാണ് BKNK എന്നുള്ളതിന്റെ തെളിവ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പ്രോട്ടോകോൾ ഓഫീസറിന്റെ ഓർഡറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു യൂണിയന്റെ ജനറൽ സെക്രട്ടറി, ആ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് അധികാരങ്ങൾ ചോദിച്ചു വാങ്ങാനും മാനേജ്മെന്റിനെതിരെ ശബ്ദമുയർത്താനും തന്റെ ഇടം കാണിക്കുന്ന, ആർജവം കാണിക്കുന്ന ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റിനും അത് വിലയാണുള്ളത്. ആ സെക്രട്ടറിയും പ്രസിഡന്റിനെയും 3,500 രൂപ ഓണറേറിയം കൊടുത്ത് മാനേജ്മെന്റിന്റെ പോക്കറ്റിലാക്കി മാനേജ്മെന്റിന്റെ പെട്ടി പിടിക്കാനും ഓർഡർ ഇറക്കിയ, അത് കുമ്പസരിച്ച് വാങ്ങിച്ച് അത് അഭിമാനമെന്ന് കൊണ്ട് നടക്കുന്ന BKNK സംഘിനോട് പറയാനുള്ളത്,
എനിക്ക് പറയാനുള്ളത് എനിക്ക് മറ്റൊരു വാക്കാണ്. നാണം കെട്ടവന്റെ മുതുകിൽ ആല് കുരുത്താൽ അതൊരു തണലായിട്ട് കാണുന്ന ഒരു പ്രസ്ഥാനമായി ഇവർ മാറുകയാണ്. അപ്പോ നമ്മുടെ അധികാരങ്ങൾ, നമ്മുടെ അവകാശങ്ങൾ ചവിട്ടി മരിച്ചുകൊണ്ട് ഈ 65% നിങ്ങൾക്കോട് ഈ 65% സാധാരണക്കാരനായിട്ടുള്ള തൊഴിലാളികളെ, സ്റ്റാഫിനെ മാനേജ്മെന്റിന്റെ മുമ്പിൽ കാൽക്കൽ വെച്ചുകൊണ്ട് നിങ്ങൾ മാനേജ്മെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറല്ല. 25% ഷെയർ, വോട്ട് ഷെയർ മാത്രമുള്ള നമ്മുടെ പ്രസ്ഥാനം കഴിഞ്ഞ 5 വർഷക്കാലം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അടുത്ത കാലത്ത് ഇവിടുത്തെ റീജിയണൽ സെക്രട്ടറിയും ഗ്രൂപ്പും ചെന്ന് കൂട്ടത്തിൽ എന്ന് പറയുകയാണ്, ഇവിടെ വലിയ തുറയിൽ 2 സസ്പെൻഷനും 5 ട്രാൻസ്ഫറും നടന്നു. അത് ശരിയാക്കിയത് ഞങ്ങളാണ്. അതിന്റെ ഇരകളുടെ റിപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒരു രാത്രി ഉറങ്ങാതെ 2 ദിവസം അവരെന്ത് കഷ്ടം അനുഭവിച്ചുവെന്നും നമ്മൾ അതിന്റെ പിന്നിൽ എത്ര കഷ്ടം അനുഭവിച്ചുവെന്നും അത് സോൾവായി ഇവിടെ വന്ന് GM-നെ കണ്ട് റെപ്രസെന്റേഷൻ കൊടുത്തപ്പോഴാണ് VK അറിയുന്നത് ഇത് സോൾവായി. ഉടനെ ഓടി വലിയ തുറയില് ഇത് ഞങ്ങൾ ചെയ്തു. അപ്പൊ അവിടുത്തെ ഡിപ്പോ മാനേജർ ചോദിച്ചു, നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും കഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂളറെങ്കിലും വാങ്ങിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എങ്കിൽ ഞാൻ നിങ്ങളുടെ പാർട്ടി, നിങ്ങളെ യൂണിയനിൽ ചേരാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഒരു കൂളറും കൊണ്ട് വലിയ തുറ വന്നു. നിങ്ങൾ സുഹൃത്തുക്കളെ, നിങ്ങൾ വലിയ തുറ ഡിപ്പോ ഓഫീസിനകത്തിരിക്കുന്ന കൂളർ പരിശോധിക്കണം. വോട്ടിന് മുമ്പേ ഞാൻ ഇവിടുത്തെ കേരള സമൂഹത്തിലെ മുഴുവൻ തൊഴിലാളികളെയും ഞാൻ വലിയ തുറയിലെ ഡിപ്പോ ഓഫീസിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ VK ബോർഡ് വെച്ച ഒരു കൂളർ ഇരിപ്പുണ്ട്. ആ കൂളർ എങ്ങനെ വാങ്ങി? ആ കൂളർ എവിടെ നിന്ന് വാങ്ങി? അതിന്റെ അക്കൗണ്ട് എന്താണ്? കഴിഞ്ഞ വർഷം ഇവിടെ സൊസൈറ്റി ഇലക്ഷൻ നടന്നു. ഞങ്ങൾ ഇവിടെ 25 വർഷമായി ഞങ്ങൾ ഇവിടെ എന്താ പറയുന്നത്, ആര് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു, മൃഗീയ ഭൂരിപക്ഷം നേടി. സുഹൃത്തുക്കളെ, അതിന്റെ വസ്തുത ഞാൻ പറഞ്ഞു തരാം. നിങ്ങളെല്ലാവരും ഡിജിറ്റൽ യുഗമാണെന്ന് ഡിജിറ്റൽ തെളിവാണ്. ഇന്ന് ഭാരതീയ ന്യായ സംഹിതയാണ്. പഴയ സിസ്റ്റമൊക്കെ മാറി IPC. ഞാൻ പറയുന്നു, നിങ്ങളുടെ ഓരോരുത്തരെയും മൊബൈൽ എടുത്ത് നിങ്ങൾ നോക്കുക. ജൂലൈ 28-ാം തീയതി ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടുത്തെ സൊസൈറ്റിയുടെ പ്രസിഡന്റ് പ്രശാന്ത് അയച്ചു തന്നിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ചെക്ക് ചെയ്യണം. ആ സൊസൈറ്റിയുടെ ഗ്രൂപ്പിലെ നോട്ടിഫിക്കേഷൻ 28-ാം തീയതിയില്. ആ 28-ാം തീയതി നോട്ടിഫിക്കേഷനിൽ ഞാൻ വായിച്ചു നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. കാര്യം, സൊസൈറ്റിയുടെ ഇലക്ഷന്റെ നോട്ടീസ് കൊടുത്തത് 18-ാം തീയതി ഒപ്പിട്ട നോട്ടിഫിക്കേഷൻ 28-ാം തീയതിയാണ് അയക്കുന്നത്. ഞാൻ എടുത്ത് വായിച്ചപ്പോൾ അതിൽ കാണാൻ കഴിഞ്ഞത് 20 മുതൽ 27 വരെയാണ് നോമിനേഷൻ ചെക്ക് ചെയ്യാനുള്ള അവസരം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ 27-ന് മുമ്പേ നിങ്ങൾ അവതരിപ്പിക്കണം എന്നുള്ളതാണ്. ആ ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് 28-ാം തീയതി ഈ നോട്ടിഫിക്കേഷൻ. അപ്പോ ഡെമോക്രസിയെ പരിഹസിച്ചുകൊണ്ട്, ഡെമോക്രസിയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു സൊസൈറ്റി തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോൾ ഞങ്ങൾ റീജിയണൽ കമ്മിറ്റി തീരുമാനിച്ചു, കേരളത്തിലുടനീളം ഞങ്ങൾക്ക് ഒരുപാട് സൊസൈറ്റികളുണ്ട്. തൃശൂർ സൊസൈറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറിയുടെ നിൽപ്പുണ്ട്. ESUകാരാണ്. ഓരോ കഴിഞ്ഞ വർഷം 4500 രൂപ വരെ ഡിവിഡന്റ് കൊടുത്തു. അതിന്റെ മുന്നേ കൊടുത്തു. കൊച്ചി സൊസൈറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ട്. പ്രസിഡന്റ് ഞങ്ങളതാണ്. അതുപോലെ തന്നെ ഇവിടെ കേരളത്തിലുള്ള സൊസൈറ്റികളുടെ 50%-ലേറെ സൊസൈറ്റികൾ ഭരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങളും അതിൽ ഭാഗവാക്കാണ്. എല്ലാ യൂണിയനും ഭാഗവാക്കാണ്. അത്തരത്തിൽ സഹകരണത്തിലാണ് പ്രവർത്തിക്കുന്നത്. മറിച്ച് VK മാത്രം ഏകപക്ഷീയമായി കൈയാളിയ ഒരു സൊസൈറ്റിയുടെ ചരിത്രം നിങ്ങൾക്കറിയാമോ? കോട്ടയം. ആ സൊസൈറ്റിയില് പാവപ്പെട്ട മനുഷ്യന് 16 ലക്ഷം രൂപ പെൻഷൻ പോയിട്ട് കൊണ്ടിട്ട പൈസ സ്വാഹ. പലിശയ്ക്ക് ചെന്നപ്പോ ഇല്ല. തിരിച്ചു ചോദിച്ചപ്പോ പറയുന്നു ആ വ്യക്തി ഒരേ അക്കൗണ്ടിൽ 5 പേരുടെ ലോൺ എടുത്തിട്ടുണ്ട്. 5 കോടിയുടെ അഴിമതി നടത്തിയ ആ സംഘടനയില് ഒന്നും പറഞ്ഞുകൂടാതെ മെമ്പറായി ഇതുപോലെ കയറിയിരുന്ന്, ഞാനും ആ യൂണിയനിന്റെ ആണല്ലോ, അത് സൊസൈറ്റിയിൽ മെമ്പറായി കയറിയിരുന്ന ആൾക്കാര് ഇന്ന് 22-30 ലക്ഷം രൂപ റിക്കവറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല സുഹൃത്തുക്കളെ, അവർ പറയുന്നു പറയരുതേ, ഞങ്ങൾ അനുഭവിച്ചു പോയി. സൊസൈറ്റികൾ കൈയിട്ട് വാങ്ങാനുള്ള ഉപാധികളായി മാറ്റിക്കൊണ്ട് തിരുവനന്തപുരം സൊസൈറ്റിയിലെ മാനേജ്മെന്റിന് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാനും
മറ്റു കാര്യത്തിനും നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് കഴിഞ്ഞ 3 വർഷം ഡിവിഡൻഡ് തന്നില്ല? നമ്മൾ ചോദിക്കുന്നു, ന്യായമായി കൊടുക്കാനുള്ള ഡിവിഡൻഡ് നിങ്ങൾ എന്തുകൊണ്ട് കഴിഞ്ഞ 3 വർഷമായി അല്ലെങ്കിൽ തന്നില്ല? അപ്പൊ ഞാൻ പറയുന്നു, BKNK സംഘം എന്ന് പറയുന്ന നമ്മുടെ സെക്രട്ടറി ഒരു പോസ്റ്റ് ഇട്ടു, ഫോർട്ട് ഓഫ് ലൈസ് ആണ് നുണ പ്രചരിപ്പിക്കുക, അതിലൂടെ അധികാരം പിടിച്ചടക്കുക എന്നുള്ള തന്ത്രമാണ് കഴിഞ്ഞ വർഷം നടത്തിയത്. ഈ വർഷം ആ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാം, കണ്ണൂര് 2023 ബാച്ചിനാണ് അവരിപ്പോൾ നോട്ടോട്ടേക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ പയ്യന്മാർ വന്നു കഴിഞ്ഞാൽ ഈ BMS യൂണിയൻ അടുത്ത 20 വർഷത്തേക്ക് അവർ കൊണ്ടുപോകും. ഞാൻ പറയുന്നു, വരുന്നവരെല്ലാം വിദ്യാഭ്യാസമുള്ളവരാണ്. ഞങ്ങളൊരു മനുഷ്യരെയും കമ്പൽ ചെയ്ത് അവരെടുത്ത് ഇതിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ സ്വമേധയാ മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാരുണ്ട്. ആ ആൾക്കാരെടുത്ത് ഇവർ ഭീഷണിപ്പെടുത്താൻ ചെന്നപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാം, ഇവിടെ 2023 ബാച്ച് വന്ന സമയത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ വാട്സപ്പ് ഗ്രൂപ്പില് ഓഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിനെ BKNK ഫ്രഷേഴ്സ് കോഴ്സ് എന്ന വാട്സപ്പ് ഗ്രൂപ്പാക്കി മാറ്റി. അത് ചോദ്യം ചെയ്ത വിനീഷ് എന്ന് പറയുന്ന നമ്മുടെ സഹപ്രവർത്തകനെ ഇവിടുത്തെ BKNKയുടെ ആൾക്കാർ കയ്യേറ്റം ചെയ്യുന്നു. അതിന്റെ റീജിയണൽ പ്രസിഡന്റ് അടിക്കാൻ ചെന്നു, മുട്ടിയോട്ടി കാണിച്ചു. ഞാനങ്ങ് ചെയ്തളയുന്നു. അദ്ദേഹം ഇവരെക്കാളും, നിങ്ങൾ ആ പോസ്റ്റൊക്കെ വായിച്ചു കാണും, ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. പക്ഷേ നമ്മള് ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ ഭാഗമാണെന്ന് ഇവർ മനസ്സിലാക്കിയാൽ നല്ലതാണ്. കാര്യം അതിന്റെ പിറ്റന്ന് ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിയും കാര്യം ചോദിക്കാൻ ചെന്നു. ഞങ്ങൾ അതിന്റെ തീരുമാനമാക്കും. നമ്മളുടെ മാൻ ഹാൻഡിലിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. ഇവിടെ നിങ്ങളുടെ ഭീഷണിയുടെ ഫലമാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ഇനി ബുദ്ധിമുട്ടാകും. പഴയ BSU അല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. അടുത്തതായി എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ പോളിസി മാറ്റേഴ്സിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു കഴിഞ്ഞു. വരും സമയങ്ങളിൽ ഇതും ചർച്ച ചെയ്ത കാര്യമാണ്. ഇവിടെ വേറൊരു ന്യൂസ് പറഞ്ഞു വരുന്നു, BMS വന്നു കഴിഞ്ഞാൽ നിങ്ങളിവിടെ എല്ലാം വിറ്റു തൊലയ്ക്കും, ഇവിടെ എല്ലാം നശിച്ചു പോകും എന്നുള്ള ഒരു ധാരണ, മിഥ്യാധാരണ, അത് ഇവിടെ നമ്മുടെ ജയൻ ചേട്ടൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. എന്താണ് BMS? കഴിഞ്ഞ വേജ് റിവിഷൻ നമ്മുടെ ലേബർ കോഡ് വന്ന സമയത്ത് ആ ലേബർ കോഡിനെതിരെ, അതിന്റെ 3 ലേബർ കോഡ് എന്നുള്ളതാണ്, ലേബർ കോഡ് ശരിയല്ല, ആ ലേബർ കോഡിനെതിരെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സമരം സംഘടിപ്പിച്ച ഏക സംഘടന BMS ആണ്. ഭരിക്കുന്ന പാർട്ടിക്കെതിരെ സമരം ചെയ്യാനും അത് നേടിയെടുക്കാനും കരുത്തു കാണിക്കുന്ന ഇതാരുടെയും സ്വതന്ത്ര സംഘടനയാണ്. ആരുടെയും രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നുണ്ട് ഞങ്ങൾ സമരം ചെയ്യില്ല എന്നുള്ള നിലപാടല്ല. മറിച്ച് ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വളർത്തിയെടുക്കാനും ഊട്ടിയുറപ്പിക്കാനും BMSന് സാധിക്കുമെന്നുള്ളതിന്റെ തെളിവാണ് BSNL എന്ന് പറഞ്ഞ സംഘടന. നമുക്കറിയാം, ഞാനിത് പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്, ഈ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി. ഞങ്ങളൊക്കെ 2-5-6 വർഷത്തിന് മുമ്പ് ഞാനും എൻ്റെ SIM കാർഡ് മാറ്റി, എൻ്റെ ടെലിഫോൺ ഞാൻ കട്ട് ചെയ്തു. കാര്യം ഇത് നശിച്ചു പോകുന്ന ഒരു സംഘടനയാണ്, ഇതിന് ഭാവിയില്ല എന്ന് തീരുമാനിച്ചിരുന്ന ഒരവസരത്തിലാണ് BSNL എന്ന് പറയുന്ന സംഘടനയെ ഇന്ന് 500 കോടി ലാഭമുണ്ടാക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാക്കി വളർത്തുവാൻ ഈ സർക്കാരിന് സാധിച്ചെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന എന്നുള്ളത് BMS ആണ്. അതിന്റെ ഗുണമാണ് കിട്ടിയത്. അപ്പൊ എല്ലാ മേഖലയിലും ഈ കള്ളം പറഞ്ഞ് വോട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ കള്ളം പറഞ്ഞ് വോട്ട് വാങ്ങിക്കാം, അധികാരത്തിലിരുന്നു കൊണ്ട് ഞാൻ അധികാരത്തിന്റെ ബലം പ്രയോഗിച്ച് ഞാൻ അതൊക്കെ ചെയ്തു കളഞ്ഞെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. അധികാരം പെർമനന്റ് അല്ല, കസേരകൾ പെർമനന്റ് അല്ല, അത് മാറും. ചോദ്യം ചെയ്യാൻ എക്സിക്യൂട്ടീവ് സ്റ്റാഫ് യൂണിയന് കഴിവുണ്ട്, അത് ചോദിച്ചിരിക്കും. ഞങ്ങൾ തോറ്റാലും ജയിച്ചാലും ചോദിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ പ്രവർത്തിച്ചത് അത്തരത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. മാനേജ്മെന്റിന്റെ ഓരോ കൊള്ളരുതായ്മകളും കൈ ചൂണ്ടി തന്നെ ചോദിക്കും. അതിന് ഞങ്ങൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്കാണ്. നമ്മൾ ഒരു 50-50 ഫൈറ്റിന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞ ഒരു സാഹചര്യമാണ്. പഴയ 125 അല്ല ഇപ്പോൾ. ആ 125 ആണെന്നുള്ള ഫലം കൊണ്ടാണ് നിങ്ങൾ ഭയപ്പെടുത്താനൊക്കെ വരുന്നതെങ്കിൽ 17-ാം തീയതി നിങ്ങൾ തെളിയിക്കണം. ഈ അനീതിക്കെതിരെ ഞങ്ങൾ കഴിഞ്ഞ വർഷം പരിശ്രമിച്ച് നേടിയ ആ ഒരു പരിശ്രമത്തിന്റെ ഫലം
മറ്റുള്ളവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, നിങ്ങളുടെ സഹപ്രവർത്തകരെ മനസ്സിലാക്കിപ്പിക്കണം. ആ മനസ്സിലാക്കിപ്പിച്ച് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഹാൻഡ് ഷേക്ക് ചിഹ്നത്തിൽ നിങ്ങൾ എക്സിക്യൂട്ടീവ് സ്റ്റാഫ് യൂണിയനെ തിരഞ്ഞെടുക്കണം. നമ്മളെ മുന്നിൽ 2 കാറ്റഗറിയേ ഉള്ളൂ. ഇന്നത്തെ ESU, നാളെ ESU ആവാൻ പോകുന്ന ആൾക്കാർ. നമുക്ക് ആരും ദുഷ്മനില്ല, ശത്രുക്കളില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം സഹോദരങ്ങളാണ്. നാളെ നമ്മളെ യൂണിയൻ ഇല്ലാത്ത ആൾക്കാർക്കും ആർക്കൊരു വിഷയം വന്നാലും ഞങ്ങൾ ഇടപെടും. അത് ഞങ്ങളുടെ ധർമ്മമാണ്. തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. ആ ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ധർമ്മത്തെ കംപ്ലീറ്റ് ചെയ്യുവാൻ അവസരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ ഈ ഒരു പരിപാടിയുടെ